കിഴക്കു ദിക്കിൻ്റെ സുവർണ തിലകമായി ഉദിച്ചുവരുന്ന സൂര്യൻ, സൂര്യകിരണത്തെ വരവേൽക്കുന്ന പ്രകൃതി, രാമായണത്തിൻ്റെ ശീലുകൾ പുതുവെളിച്ചം തീർക്കുന്ന ക്ഷേത്രാന്തരീക്ഷം. കർക്കടക മാസത്തിൽ, രാമായണ മാസത്തിൽ ഓരോ ക്ഷേത്രവും രാമകഥയുടെ ഭക്തിമയമാം സ്വരരാഗം ആസ്വദിക്കുന്നു. ഇത് ചരിത്രപ്രസിദ്ധമായ പുണ്യപുരാതനമായ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. പ്രഭാതത്തിൽ തന്നെ ഇവിടെ ഭക്തിയോടെ രാമായണ പാരായണം ആരംഭിച്ചു. പരിപാലനാർത്ഥം അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചിരിപ്പോഴതങ്ങനെയെങ്കിലതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ മഹാക്ഷേത്രത്തിന്. കേരളീയ ക്ഷേത്രവാസ്തുവിദ്യയുടെ പരിപൂർണതയിൽ പരിശോഭിക്കുന്ന ഒരു പുണ്യക്ഷേത്രം. രാമായണ മാസത്തിൽ ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടക്കുന്നു. രാവിലെ നിർമ്മാല്യ ദർശനവും അഭിഷേകവും കഴിഞ്ഞ് പുഷ്പമാല്യങ്ങളൊക്കെ ചാർത്തി പതിവ് ചടങ്ങുകൾക്ക് ശേഷം രാമായണ ശീലുകൾക്കൊപ്പം ഇടയ്ക്കയുടെ ഹൃദയതാളവും ക്ഷേത്രവാദ്യങ്ങളുടെ നാദസമന്വയവും ശ്രീരാമസ്വാമി ആസ്വദിക്കുന്നു. ഒപ്പം ശ്രീരാമദേവൻ വലിയ ബലിക്കല്ലിൽ കുടിയിരിക്കുന്ന തൻ്റെ സേനാനായകന് ഹരിസേനന് ബലി നൽകുന്നു. ഈ മഹാക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും പ്രതിപാദിക്കുന്ന, ഉത്സവ ചടങ്ങുകൾ വിവരിക്കുന്ന 2 വീഡിയോ ലിങ്കുകൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും അതുകൂടി ഒന്ന് കാണുക. ഇനി ക്ഷേത്രത്തിന് വെളിയിൽ കുടിയിരിക്കുന്ന തൻ്റെ പരിവാരങ്ങൾക്ക് ബലി നൽകാൻ വാദ്യമേളകരുടെ അകമ്പടിയോടെ ദേവൻ പുറപ്പെടുന്നു. രാമായണ മാസത്തിൽ ഭഗവാന്റെ തിരുമുമ്പിൽ ഭക്തിനിർഭരമായ സോപാന സംഗീതം കുട്ടികൾ ആലപിക്കുന്നു. ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കടവല്ലൂർ അന്യോന്യം എന്ന പ്രസിദ്ധമായ വേദപരീക്ഷയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് നടക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ്. അന്യോന്യം മാത്രമല്ല, വർഷത്തിൽ ഓരോ മാസവും ഇവിടെ പ്രത്യേക ചടങ്ങുകളുണ്ട്. നർത്തകിമാരോടു വാരവധൂജനം, നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. രാമായണ മാസത്തിലെ പ്രത്യേക പൂജകൾക്ക് പുറമെ ക്ഷേത്രത്തിൽ നിന്ന് വിശിഷ്ടമായ പ്രസാദവും ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നു. ഭക്തി മാത്രമല്ല, ഭക്തിക്കൊപ്പം കലയും സാഹിത്യവും ഇഴചേരുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ. എഴുത്തച്ഛൻ്റെ ഉത്തമ സാഹിത്യകൃതിയായ രാമായണത്തിൻ്റെ ശീലുകൾ സൂര്യൻ അസ്തമിക്കുമ്പോഴും അതുകൊണ്ട് തന്നെ ഇവിടെ മുഴങ്ങിക്കേൾക്കുന്നു.